പലപ്പോഴും പല തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് അംഗങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. പാർലമെൻറ്റ് അംഗങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുണ്ട്. അതോ കേരളത്തിൻ്റെ മുൻകാല തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം അനിവാര്യമാണോ, അത്തരം സാഹചര്യം ഇപ്പോൾ ആവശ്യമുണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക. 25 നിന്ന് 30 സീറ്റിലേക്കുള്ള അവകാശം നയിക്കുന്നു. തീർച്ചയായിട്ടും അതിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ളവരുടെ സംഘം ഉപയായിട്ട് മാറും. അതിനെ കേരളം, മതേതര കേരളം ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ ലക്ഷ്യ സമിറ്റിലെ പ്രധാന തീരുമാനം 100 സീറ്റ് എന്നതാണോ? ഒരിക്കലുമല്ല. ലക്ഷ്യയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക, അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടൊരു വികാരമുണ്ട്. ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക. അത് 100 സീറ്റ് എന്നല്ല, 100 സീറ്റിനധികം ഞങ്ങൾക്ക് ലക്ഷ്യം വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പുതിയ ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുമ്പോൾ ആ ഗവൺമെൻറ് കേരളത്തിൽ ഇന്ന് അഡ്രസ്സ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഇന്ന് അനുഭവിക്കുന്ന, കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആദ്യം തന്നെ പരിഹാരം കാണുക എന്നുള്ളതാണ്. പിന്നീട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കേരളത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് പദ്ധതികൾക്ക് നാളെ മുതൽ തന്നെ തുടക്കമാവുകയാണോ? ഇതാ ഈ നിമിഷം മുതൽ ഫോണിൽ തുടങ്ങുക എന്നൊക്കെയാണോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? ഞങ്ങൾ യഥാർത്ഥത്തിൽ മിഷൻ 2025 ആരംഭിച്ച സമയത്ത് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ തന്നെ സമാന്തരമായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം തുടങ്ങിയതാണ്. പ്രത്യേകിച്ച് SIRമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി പാർട്ടി ഇടപെട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇനിയുള്ള 2-3 മാസക്കാലത്തെ കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കുക എന്നുള്ള ഒരു ഫൈനൽ ഒരു വർക്ക് രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ 2 ദിവസത്തെ സമ്മേളനം ഇവിടെ നടത്തിയത്. ഈ വിശാല പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതിനകത്ത് ഈ ഗവൺമെൻറ്റിനെതിരായി ഒരു വലിയ ജനവികാരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ബോധ്യമായൊരു കാര്യമാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഒരു വിജയം അത് സ്വാഭാവികമായി എല്ലാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലും UDFന് മുൻകൈ ലഭിക്കാറുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2010 മാത്രമാണ് അല്പം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയമുണ്ടായത് ഇത്തവണയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു വിജയമുണ്ടാകുന്നതിന് എല്ലാവരുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ആ പിന്തുണ ഒന്നും കൂടി ഉറപ്പിച്ച് നിർത്തണം. എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് വാങ്ങാൻ കഴിയണം, പിന്തുണ വാങ്ങാൻ കഴിയണം. CPMനകത്ത് ഗവൺമെൻറ്റിനെതിരായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരുടെയും കൂടി ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ പ്ലാറ്റ്ഫോം. ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ കനകൂല നിർദ്ദേശങ്ങൾ കൂടി നോക്കിയിട്ടാണോ? സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അതിൻ്റെ അവസാന വാക്ക് AICC ആണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും. കേരളത്തിൽ ഏതെല്ലാം നിയോജകമണ്ഡലങ്ങളിൽ ആരെല്ലാം സ്ഥാനാർത്ഥിയാകണം എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാ വിഭാഗം ആളുകളുമായി ചർച്ച ചെയ്യും. പാർട്ടി താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി ചർച്ച ചെയ്യും. അതിനനുസരിച്ചുള്ള ഭിന്നബിലിറ്റി, വിജയസാധ്യതയായിരിക്കും തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് അനുവർത്തിക്കുന്ന സമീപനം KPCC ഇത്തവണ കുറേ കൂടി താഴെ തട്ടുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക. യുവാക്കളുടെയും സ്ത്രീകളുടെയും പ്രാതിനിധ്യം കൂടുമോ? കേരളത്തിലെ തെരഞ്ഞെടുപ്പെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പുതിയ നേതൃത്വം ഉയർന്നു വന്നിട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൂടെ, അതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് പുതിയ യുവ സ്ഥാനാർത്ഥികളെ, യുവജനങ്ങൾക്ക് പിന്തുണ അല്ലെങ്കിൽ യുവജനങ്ങളെ സ്ഥാനാർത്ഥികളാക്കുമ്പോഴാണ്. അതുപോലെ സ്ത്രീകൾക്കും പരിഗണന നൽകുന്ന കാര്യത്തിൽ കോൺഗ്രസ് എക്കാലത്തും മുന്നിൽ നിന്നിട്ടുണ്ട്. ഇത്തവണ തീർച്ചയായിട്ടും അതിൽ വലിയ രീതിയിലുള്ള പരിഗണന ഉണ്ടാവണമെന്ന് AICCയുടെ നിർദ്ദേശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പരിഗണിച്ചായിരിക്കും സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുക. MP-മാർ മത്സരിക്കാനുണ്ടാകുമെന്ന ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരം കാര്യങ്ങളിലൊക്കെ പലപ്പോഴും പല തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് അംഗങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. പാർലമെൻറ്റ് അംഗങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുണ്ട്. അതോ കേരളത്തിൻ്റെ മുൻകാല തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം അനിവാര്യമാണോ, അത്തരം സാഹചര്യം ഇപ്പോൾ ആവശ്യമുണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക. വേണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനവും KPCCയും എടുത്തിട്ടില്ല, AICCയും എടുത്തിട്ടില്ല. ആ സാഹചര്യത്തിൽ ഹൈക്കമാൻഡാണ് അത്തരം കാര്യങ്ങളിലൊക്കെ അവസാന വാക്ക് പറയേണ്ടത്. ആദ്യം ശ്രീ റെജി ലൂക്കോസ്, ലക്ഷ്യ 2026 കോൺഗ്രസിന്റെ സമ്മിറ്റ് അവസാനിച്ചിരിക്കുന്ന 2 ദിവസത്തെ
ക്യാമ്പായിരുന്നു. അവിടെ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അങ്ങും മനസ്സിലാക്കി കാണണം. അപ്പോൾ വലിയ ആത്മവിശ്വാസം പ്രതിപക്ഷം പ്രകടിപ്പിക്കുകയാണ്. എങ്ങനെയാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്? സ്മൃതി, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മതേതര കേരളവും മതവാദികളുടെ സംഘടനയായ മുസ്ലിം ലീഗ് ഹൈജാക്ക് ചെയ്തിരിക്കുന്ന UDF മുന്നണിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. പിന്നെ ഇസ്ലാമിസ്റ്റ് രാജ്യം അല്ലെങ്കിൽ മതവാദികളുടെ ഒരു രാജ്യം മത രാഷ്ട്രമായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന, പിന്നെ അതുപോലെ തന്നെ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത SDPI, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളവരെ കൂട്ടുകൂടിക്കൊണ്ട് മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് വേണമെന്നും തെക്കൻ തിരുവിതാംകൂറിലേക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ UDF ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിൽ അപകടകരമായ ഒരു മുന്നണിയായിട്ട് UDF മാറിയെന്നുള്ളതിന് യാതൊരു തർക്കമില്ല. സ്വതന്ത്ര കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയ്ക്കും വർഗീയ ഭിന്നിപ്പിന് വേണ്ടി ശ്രമിച്ച് എങ്ങനെ അധികാരത്തിലേറാൻ പിന്നെ പരിശ്രമിക്കുന്ന ഒരു മുന്നണിയാണ് UDF എന്നുള്ളവരും കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മതേതരവാദികളും കേരളത്തിന്റെ സുസ്ഥിരമായ വികസനത്തിനും കേരളത്തിന് ശാന്തിക്കും വേണ്ടി നിലകൊള്ളുന്ന മുന്നണിക്ക് അനുകൂലമായി കേരളം നിശ്ചയമായിട്ട് വിധിയെഴുതും. കാരണം കേരളത്തിനെ ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്, ഇവരുടെ പിന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് 1.5 ദിവസം കൂടിയ അതിൽ കൃത്യമായ രീതിയിൽ കേരളത്തെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവരിപ്പോ ഇറങ്ങാൻ പോകുന്നത്, ഈ സമ്മേളനം കഴിഞ്ഞ് അവർ പോകുന്നത് മുസ്ലിം ലീഗിന്റെ ഭീഷണിക്ക് വഴങ്ങുക എന്നൊരു ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട്. കാരണം ലീഗ് 25-ൽ നിന്ന് 30 സീറ്റിലേക്കുള്ള അവകാശവാദം നയിക്കുന്നു. തീർച്ചയായിട്ടും അതിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി SDPI പോലുള്ളവരുടെ സംഘം ഉപയായിട്ട് മാറും. അതിനെ മതേതര കേരളം ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. കേരളം സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെ തന്നെ കേരളം വിജയിപ്പിക്കുന്ന മാനസികാവസ്ഥ കേരളത്തിൽ ഉടനീളമായി. ഇന്ന് ഞാൻ യാത്ര ചെയ്ത പല സ്ഥലങ്ങളിലെ ജനങ്ങൾ ഈ രീതിയിലുള്ള ചിന്തകൾ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. കാരണം കേരളം എങ്ങനെയാണ് ശ്രീ റെജി ലൂക്കോസ്, മത ന്യൂനപക്ഷം, മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗ്, അവർക്ക് ഒരു കൂടുതൽ സീറ്റ് ചോദിക്കാൻ അവകാശമില്ല, ഈ കേരളത്തിൽ അങ്ങനെ ചോദിച്ചുകൂടാ എന്നാണോ അങ്ങ് കരുതുന്നത്? എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അവർ അവകാശം ഉന്നയിക്കുന്നത് എന്തിനാണ്? ജമാഅത്തെ ഇസ്ലാമിയെയും SDPI കൂട്ടുകൂടിക്കൊണ്ട് കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ നേടി ഉപമുഖ്യമന്ത്രി അവകാശപ്പെട്ട് കേരളത്തിലെ ഒരു വർഗീയപരമായിട്ട് ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക നമ്മുടെ ലക്ഷ്യമാണെന്നുള്ളൊരു പകൽ പോലെ വിളിച്ചുമായില്ലേ? മതമാണ് ഞങ്ങൾക്ക് മുഖ്യമെന്ന് പറഞ്ഞ KM ഷാജിയെ പോലുള്ളവർ വോട്ട് ചോദിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ആ രീതിയിലുള്ള മതവർഗീയവാദികളുടെ ആഹ്വാനം കേട്ട് വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. കേരളം അങ്ങനെ ഒരു ഭൂമികയല്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചോളം ഇത്തരം പിന്നെ വർഗീയ ശക്തികൾക്കെതിരെ പ്രതികരിക്കാനുള്ള ആർജവം കേരളത്തിലെ ജനങ്ങളുണ്ട്. മലപ്പുറത്ത് ശ്വാസം മുട്ടിയ വെള്ളാപ്പള്ളി വിമർശിക്കുന്നതിൽ പിണറായി വിജയനെ കണ്ടില്ലല്ലോ ശ്രീ റിജി ലൂക്കോസ്. അല്ല, വെള്ളാപ്പള്ളിയുടെ പിന്നെ തെറ്റായ തീരുമാനങ്ങളെയും പ്രഖ്യാപനങ്ങളെയും പിന്നെ മതവർഗീയവാദത്തെയും തള്ളിക്കളഞ്ഞിരിക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം CPI-IM ഇടതുപക്ഷ മുന്നണി, പ്രത്യേകിച്ച് CPI പോലുള്ള കക്ഷികൾ അതിനൊന്നും ഒരിക്കലും വഴങ്ങി കൊടുക്കുന്നില്ല. വെള്ളാപ്പള്ളിയെ സ്വതന്ത്ര വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ വഴിയിലൂടെ പെടുന്നു. അദ്ദേഹം പറഞ്ഞ് കേരളത്തിലെ ജനങ്ങൾ ആർക്കെങ്കിലും വോട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഞങ്ങള് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെയും പ്രതീക്ഷയുമില്ലാതെയാണോ മുഖ്യമന്ത്രി വാഹനത്തിൽ കയറ്റിയത് ശ്രീ റിജി ലൂക്കോസ്? മുഖ്യമന്ത്രി ഒരു പ്രായം ചെയ്ത മനുഷ്യരെ വാഹനത്തിൽ കയറ്റി നിങ്ങൾ അന്ന് മുതൽ പ്രായം ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ റോഡിലൂടെ നടന്നു പോകുന്നുണ്ട്. അവരെയൊക്കെ മുഖ്യമന്ത്രി വാഹനത്തിൽ കയറ്റാറുണ്ടോ? അല്ലെ, കാശ്മീർ തീവ്രവാദികളോ ഏതെങ്കിലും പീഡനവാദിയോ കേരളത്തിലെ മുഖ്യമന്ത്രി വാഹനത്തിൽ കയറ്റിയിട്ടുണ്ടോ? SNDP യോഗ പ്രസിഡന്റായി 90 വയസ്സ് കഴിഞ്ഞ മനുഷ്യരെ സ്വന്തം വാഹനത്തിൽ കയറ്റി. ഇവിടുത്തെ മന്ത്രിമാരൊക്കെ എത്ര ആളുകളെ വാർദ്ധക്യത്തിലെത്തിയവരെ എന്നാണ് ഉദ്ദേശിച്ചത്? അങ്ങ് ഉദ്ദേശിക്കുന്ന മത തീവ്രവാദികളെയും അല്ലെങ്കിൽ ലൈംഗിക പീഡന കേസിൽപ്പെട്ടവരെയും കയറ്റണമെന്നല്ലോ ഞാൻ ചോദിച്ചത്. ഈ റോഡിലൂടെ നടന്നു പോകുന്ന ഒരുപാട് വൃദ്ധരുണ്ട്. അവരെയൊക്കെ മുഖ്യമന്ത്രി ഔദ്യോഗിക വാഹനത്തിൽ കയറ്റുമോ? അവർക്കൊക്കെ സംരക്ഷണം നൽകി അവർക്കൊക്കെ ആവശ്യമായ രീതിയിലുള്ള വാഹനങ്ങൾ ഏർപ്പെടുത്തി. ആംബുലൻസ് വയ്യാത്ത രോഗികൾക്കാണെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കേരളത്തിൽ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി പോകുന്ന വഴിയെല്ലാം ഈ മനുഷ്യന്മാരെ കയറ്റുവാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയം കിട്ടുന്നത്. അതൊരു എന്താ പറയാ, ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ചോദ്യം. കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിൽ ഭരിക്കേണ്ടതാണ്. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആക്കിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ പോകുന്ന വഴിക്കുള്ള ആൾക്കാരെ ഒന്നും കയറ്റുക എന്നുള്ളത്. ഇനി എവിടെയെങ്കിലും വെച്ച് അങ്ങനെ സാഹിത്യം കണ്ടിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിൽ അത് കയറ്റിയാലും നിങ്ങൾക്ക് എന്താ ഉറപ്പ്? അങ്ങനെ എന്തെങ്കിലും കണ്ടില്ല. വർഷം കഴിയാനായി, ഭരണകാലം കഴിയാനായിട്ട് ആരാ പറഞ്ഞത്? ഭരണം 3ാം ഘട്ടം തുടർച്ചയായിട്ട് വരാൻ പോവുക. ഒരിക്കലും കഴിയത്തില്ല. കേരളത്തിലെ ജനങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ വർഗീയ കൂട്ടുകൾക്ക് അനുകൂലമായ രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാതെ കേരളത്തിലെ LDF-ന് വേണ്ടി പ്രവർത്തിക്കുക. അതിന്റെ മുഖ്യമന്ത്രിയുമായി പുറപ്പെട്ട ഒരു വാഹനം കേരളത്തിലുടനീളം സഞ്ചരിച്ചപ്പോൾ പിണറായി വിജയന്റെ പോലീസ് പ്രതിഷേധക്കാരെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ കേരളം കണ്ടതാണ്. പക്ഷെ അത് മുഖ്യമന്ത്രി കണ്ടിരുന്നില്ല. മുഖ്യമന്ത്രി നേരെ നോക്കുകയായിരുന്നു. അപ്പോൾ സൈഡിലെ അടിയൊന്നും കണ്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അല്ല, നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇപ്പൊ കാര്യമായ രീതിയിലുള്ള കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് സബ്ജക്ട് ഇല്ലാത്തപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു വാക്കിനെ പിടിച്ചൊക്കെ നിങ്ങൾ ചർച്ച ചെയ്താൽ ബുദ്ധിവിമാനന്മാരായ വിവേകശാലികളായ കേരളത്തിലെ ജനങ്ങളൊന്നും മൈൻഡ് ചെയ്തില്ല. അവർക്ക് വേണ്ടത് സുരക്ഷിത കേരളമാണ്, വികസന കേരളമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതിനാ തെറ്റിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരു വ്യക്തി ചാടിയപ്പോൾ അയാളെ പിടിച്ചു മാറ്റി രക്ഷപ്പെടുത്താത്തൊരു ദൗത്യമല്ലേ അവിടുത്തെ പരിക്കേറ്റിട്ടുണ്ടെങ്കിലോ? കേട്ടില്ല. ആ രക്ഷാദൗത്യത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിനുശേഷം ജനം അത് തിരിച്ചറിഞ്ഞ് വോട്ട് കുത്തിയിരുന്നു. അല്ല, 2019 ഇതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു 2019 ഞങ്ങൾക്ക് ഒരൊറ്റ സീറ്റ് മാത്രം കിട്ടി, ലോക്സഭയിൽ തകർത്തടിഞ്ഞു എന്ന് പറഞ്ഞ വാദങ്ങൾ കൊണ്ടുവന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞു 21 കാണാന്ന് പറഞ്ഞു. ആ വെല്ലുവിളി കേരളത്തിലെ ഏറ്റെടുത്ത് ഞങ്ങളല്ല, ജനങ്ങളാ. ജനങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. 8 സീറ്റ് അധികം നൽകി 99 സീറ്റോടെ ഈ സർക്കാരിന് അധികാരത്തിലെത്തി. അത് തന്നെ അതേ നാടകമാണ് ഇപ്പൊ കേരളത്തിൽ മാധ്യമങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും അവരുടെ അനുയായികളും ഒക്കെ ഉൾപ്പെടെയുള്ളവർ എന്താ 2019 അല്ലെങ്കിൽ 2024 ആവർത്തിക്കുന്നുള്ളവരും അതിനൊരു തെളിവ് ഞങ്ങൾ ഇവിടെ കാണിച്ചു തന്നു. ഞങ്ങളല്ല, കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ എത്ര പ്രാവശ്യം ചർച്ച ചെയ്താൽ നടക്കിയ സ്മൃതി. കാരണം കേരളത്തിന്റെ ചോദ്യം ചോദിക്കുമ്പോഴേക്കും എങ്ങനെയാണ് കേരളത്തിലെ ജനം തെറ്റിദ്ധരിക്കുക? ശ്രീ റെജി ലൂക്കോസ്, അങ്ങ് ഉത്തരം പറഞ്ഞ് ക്ലാരിറ്റി തന്നാ പോരെ? അല്ല, കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലല്ലേ ഞാൻ ക്ലാരിറ്റി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കേരളത്തിലെ ജനങ്ങളോട് നിങ്ങളുടെ റിപ്പോർട്ടർമാരെ നിഷ്പക്ഷമായിട്ട് ചോദിച്ചു നോക്കിയേ. ഒരു വർഗീയവാദികളെയും മതരാഷ്ട്രവാദികളെയും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരെ കൂട്ടുകൂടിയുള്ള വർഗീയ മുന്നണിയെ വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ അവരോട് ചോദിച്ചു നോക്ക്. കേരളം അങ്ങനെ ഒരു ഭൂമികയല്ല. ഇന്ത്യക്ക് ലോകത്തിന് മാതൃക കേരളം. നിങ്ങളത് ചോദിച്ചു നോക്കൂ. നിങ്ങൾ അത് ചോദിച്ചിട്ട് മറുപടി ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയാണോ? അങ്ങ് ഇങ്ങനെ നാഴേക്ക് 40 വട്ടം ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഇത്ര വലിപ്പം കൊടുക്കാതിരിക്കൂ. ഞാൻ ശ്രീകുമാറിലേക്ക് പോവുകയാണ്. എൻ ശ്രീകുമാർ, മതവാദികളും മതേതരവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടലാകും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾ മതവാദികളാണ്. നോക്കൂ ശ്രീമതി സ്മൃതി, അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണി ജയിക്കും, ഒരു മുന്നണി തോൽക്കും. അപ്പോൾ ജയിച്ച മുന്നണി ആത്മവിശ്വാസത്തോടെ അവരുടെ കർമ്മപരിപാടികളൊക്കെ ആവിഷ്കരിക്കും. തോറ്റ മുന്നണി സാധാരണഗതിയിൽ അത് പെട്ടെന്ന് ആ തോൽവിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ജനങ്ങളോട് തങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റൊക്കെ തിരുത്തി മുന്നോട്ട് പോകണം. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇടതുമുന്നണി കേരളത്തിൽ അമ്പരന്ന് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് CPM-ന് ഈ ജനങ്ങൾ അവരുടെ വിശ്വാസത്തിനനുസരിച്ചിട്ട് UDF വോട്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നൊരു ചോദ്യം ഉയരുകയാണ്. യഥാർത്ഥ ഇടതുപക്ഷം തെറ്റുകൾ തിരുത്തണമെന്ന് CPI-യുടെ നേതാവ് ബിനോയ് വിശ്വം പറയുമ്പോൾ യഥാർത്ഥ ഇടതുപക്ഷം തങ്ങളാണെന്നും മറ്റത് തീവ്ര വലതുപക്ഷമാണെന്നും UDF പറയേണ്ടി വരികയാണ്. അങ്ങനെ പറയുമ്പോൾ ജനങ്ങൾ ചിന്തിച്ചത് UDF ആണ് ശരിയെന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇന്നത്തെ വയനാട്ടിലത്തെ ആ ഒരു ക്യാമ്പാണല്ലോ ഈ ചർച്ചയ്ക്ക് ആധാരം. എന്തുകൊണ്ടാണ് വയനാട്ടിലത്തെ ക്യാമ്പ് ഇത്ര വിജയമാണെന്ന് തോന്നിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? ഈ വയനാട്ടിലത്തെ ക്യാമ്പ് കൊണ്ടൊന്നും അല്ല കേരളത്തിൽ UDF അധികാരത്തിൽ വരിക എന്നുള്ള വേറൊരു വിഷയം. പക്ഷേ ഇത് വർഷങ്ങളായിട്ട് UDF പാകപ്പെടുത്തിയൊരു സംവിധാനമാണെന്ന് വയനാട്ടിൽ നടന്നത്. അതിന് നമ്മൾ ശ്രീ K. സുധാകരനോടും ഒരു പരിധിവരെ കടപ്പെട്ടിരിക്കുകയാണ്. സെമി കേഡറാകും കോൺഗ്രസ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് പരിഹസിച്ചവരുണ്ട്. പക്ഷേ സെമി കേഡർ എന്ന സ്വഭാവത്തിലേക്ക് കോൺഗ്രസ് എത്തിയില്ലെങ്കിൽ പോലും ആ സെമി കേഡറിൻ്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവല്ലേ ശ്രീ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും തങ്ങളുടെ നിലപാട് പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ LDF ഒരു അമ്പരന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ജനങ്ങളെ ഇനി കയ്യിലെടുക്കുക എന്നത് അവർക്ക് യാതൊരു അവരുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു ആയുധമില്ല. ആകപ്പെടെയുള്ള ആയുധങ്ങൾ 3 എണ്ണമാണ്: അശ്ലീലം, അതുപോലെ നുണ, പരിഹാസം. ഇതെല്ലാം പരാജയപ്പെടുത്തും ജനം. ഇവിടെ സ്മൃതി ചോദിച്ചല്ലോ മതവും മതേതരവും, അതാണോ ജനങ്ങൾ നേരം വെളുത്ത് ചിന്തിക്കുന്നത്? അവർക്ക് ജോലിയുണ്ടോ? അവർക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അവർക്ക് റേഷൻ കടയിലത്തെ കാര്യങ്ങളുണ്ടോ? അവർക്ക് ആശുപത്രിയിൽ പോയാൽ ജീവൻ തിരിച്ചു കിട്ടുമോ? അവർ വന്യമൃഗത്തിൽ നിന്ന് സംരക്ഷണം കിട്ടുമോ? കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ? സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെയാണ് ആലോചിക്കുക. അല്ലാതെ നേരം വെളുത്ത് SDPI ജമാഅത്തെ ഇസ്ലാമിയെയും ചിന്തിച്ചുകൊണ്ടാണോ ജനങ്ങൾ ഉണരുന്നത്? ജനങ്ങൾ ഉണരുന്നത് അന്നത്തെ നിത്യജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള നോക്കിക്കൊണ്ടാണ്. അവിടെയാണ് UDF നിലപാടെടുത്തത്. ആ നിലപാടിനെ ഇവരെതിർത്തു. എന്നിട്ട് ഇവരെന്താണ് കൊണ്ടുവന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും ലൈംഗിക വിഷയവും നുണയും എല്ലാം കൊണ്ടുവന്നു. ഒക്കെ പരാജയപ്പെട്ടില്ലേ? എങ്കിൽ അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ അത് പരാജയപ്പെട്ടു എന്ന് CPI-ക്ക് തോന്നി. അതുകൊണ്ട് CPI ഒരു നിലപാടെടുത്തു. പക്ഷേ ഇപ്പോഴത്തെ UDF-ൽ നോക്കൂ, ഈ ആത്മവിശ്വാസം എന്നുള്ളത് പെട്ടെന്ന് ഉണ്ടാവുകയും പെട്ടെന്ന് പോവുകയും ചെയ്യാവുന്നൊരു ഘടകമാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, ആ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം, അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം, ഇങ്ങനെ തുടർച്ചയായി നേടിക്കൊണ്ടിരിക്കുന്ന വിജയത്തിൽ നിന്ന് ഒരു ആത്മവിശ്വാസം ഉൾക്കൊള്ളുമ്പോൾ മറുഭാഗത്ത് ഈ ആത്മവിശ്വാസം തകരുമ്പോൾ അവർക്ക് അരിശം വരികയാണ്. ഈ അരിശം അവരെ അവിവേകത്തിലേക്ക് എത്തിക്കുകയാണ്.
ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം 1957 ജനങ്ങളല്ല, വോട്ടർമാരല്ല 2025 എന്താ CPM മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഇന്ന് VD സതീശനെതിരെ ഇന്നലെ ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കുക. തൻ്റെ വകുപ്പിലെ 2 വിജിലൻസിന്റെ 2 ശുപാർശ പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു മുഖ്യമന്ത്രിയാണ് ശ്രീകുമാർ. അത് നേരത്തെ നൽകി എന്ന് പറയുന്ന ശുപാർശ 11 മാസങ്ങൾക്കിപ്പുറം പുറത്തേക്ക് വിടുകയാണ് ചെയ്തത്. അല്ല, ഞാനതല്ല പറഞ്ഞേ, ഞാൻ പറഞ്ഞ അതല്ല. അതായത് ഒരു സംഭവത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ 2 വിജിലൻസ് ശുപാർശ വന്നിരിക്കുന്നു. ഈ 2 വിജിലൻസ് ശുപാർശ തങ്ങളുടെ പക്കലുണ്ടെന്നും അതിൽ അദ്ദേഹം കുറ്റവിമുക്തനാണെന്നും അറിയാത്ത ഒരു മുഖ്യമന്ത്രിയാണോ ഇത് പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇന്നലെ ഗോവിന്ദ മാഷോട് പ്രതികരണം ചോദിച്ചു. മാഷിക്ക് കൃത്യമായ ഉത്തരമുണ്ടായില്ല. നിങ്ങളുടെ ക്ലിപ്പിംഗ് എടുത്ത് നോക്കിയാൽ അറിയാം. മാഷിക്ക് അതിന് ഉത്തരവില്ല. മാഷ് സ്തബ്ധനായിപ്പോയി. കാരണം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? VD സതീശനെതിരെ ഒരു ആക്ഷേപം കൊണ്ടുവന്നാൽ അത് 1957 പറയുന്ന ജനങ്ങളല്ല ഇപ്പോൾ കേൾക്കുന്നതെന്ന് ഇവർ മനസ്സിലാക്കണ്ടേ? കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിപ്പോഴും ധരിക്കുന്ന ഞങ്ങൾ പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ ജനം വീഴുന്നാണ്. ഇവർ പെൻഷൻ പ്രഖ്യാപിച്ചു, അതുപോലെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു, സ്ത്രീകൾക്ക് 1000 രൂപ പ്രഖ്യാപിച്ചു. പക്ഷേ ജനം അതിൽ വീണില്ല. അതൊരു കെണിയാണെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ നോക്കൂ, അതിദാരിദ്ര്യം എന്നൊരു പ്രഖ്യാപനം നടത്തി. അതിദാരിദ്ര്യം മുക്തമല്ല കേരളം എന്ന് നമ്മളൊക്കെ ചർച്ചയിൽ പലവട്ടം കൃത്യമായി പറഞ്ഞതാണ്. അന്നൊന്നും അവർ സമ്മതിച്ചില്ല. ഇന്നിപ്പോൾ 2ാം ഘട്ടം അതിദാരിദ്ര്യം. അപ്പോൾ ആദ്യത്തെ അതിദാരിദ്ര്യത്തിലെ പാളിച്ച ഒന്നുള്ളതല്ലേ? ഇതെങ്ങനെ ജനം വിശ്വസിക്കും? അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം LDF ക്യാമ്പിൽ അസ്വസ്ഥത ഉണ്ടാക്കാനായിട്ട് UDFന് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. കാരണം UDF ഓരോ ദിവസവും ഞങ്ങൾ വരുന്നു, ഇപ്പം പിടിക്കും. കാരണം ഇതൊരു കെയർ ടേക്കർ ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റെ. 100 ദിവസമേ ഉള്ളിനിയും. ആ 100 ദിവസത്തേക്ക് കേരളത്തിലൊരു ഭരണം കൊണ്ടു നടക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ തൽക്കാലത്തേക്കൊന്ന് സംവിധാനം ചെയ്യാൻ വേണ്ടിയുള്ളൊരു കെയർ ടേക്കർ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഇനി വരില്ല എന്ന കൃത്യമായ സന്ദേശം UDF കൊടുക്കുകയാണ്. അതെങ്ങനെ? സാധാരണഗതിയിൽ UDFിലെ ഘടകകക്ഷികൾ തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ സീറ്റ് വേണം, സീറ്റ് കൂടുതൽ വേണം എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പം നോക്കൂ, മുസ്ലിം ലീഗ് എന്താ പറഞ്ഞത്? സീറ്റുകൾക്ക് ഞങ്ങളുടെ അവകാശം ഉന്നയിക്കും, പക്ഷേ അത് ജയത്തെ ബാധിക്കാത്ത രീതിയിലായിരിക്കും. ജയമാണ് മുഖ്യം എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, കോൺഗ്രസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി പുറത്തേക്ക് വരുമെന്ന് പറയുകയും പൊട്ടിത്തെറിക്കുമെന്നൊക്കെ പറയുകയും ചെയ്തവർക്ക് ഇന്ന് ആ ക്യാമ്പിൽ എന്താണ് കാണാൻ പറ്റിയത്? ക്യാമ്പിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിലൊരു വിമർശനം ഉന്നയിച്ചതോ? അപ്പോഴും ഇവർ നുണ പറഞ്ഞു. ഇവർ പറഞ്ഞു മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും ക്യാമ്പ് ബഹിഷ്കരിച്ചെന്ന് CPM എന്ന് പ്രചരണം ഇറക്കി. ഈ 2 പേരെ ഞാൻ വിളിച്ചിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം സ്തബ്ധനായിപ്പോയി. അദ്ദേഹം വാർത്ത കണ്ടില്ല. CPMൻ്റെ വാർത്തയാണത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനിലെ വിളിച്ച് പറഞ്ഞു എത്താൻ പറ്റില്ല. VM സുധീരൻ പറഞ്ഞു എനിക്ക് എത്താൻ പറ്റില്ല. എന്നിട്ട് ഈ 2 പേര് ബഹിഷ്കരിച്ചു എന്ന് പറയുക. അപ്പോൾ അതിനൊന്നും ആ നുണ പോലും ഒരു പാർട്ടിയുടെ ഈ കേരളത്തിലെ UDFനെ അധികാരത്തിൽ എത്തിച്ച, തദ്ദേശ സ്ഥാനങ്ങളിൽ എത്തിച്ച കോൺഗ്രസിൻ്റെ 2 മുൻ KPCC പ്രസിഡന്റുമാരെ ക്യാമ്പ് ബഹിഷ്കരിച്ചെന്ന് നുണ പറയുകയാണ്. അപ്പം നുണ ആയുധമാണ്, അത് തങ്ങൾക്കെതിരായി ബാധിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് ഇവർ അയ്യപ്പൻ്റെ ആ ഒരു സ്വർണ്ണ വിഗ്രഹത്തെ, നമ്മുടെ സ്വർണ്ണക്കളവിനെ കുറിച്ച് പറഞ്ഞല്ലോ, അന്ന് ഒരു പാട്ടിറങ്ങി. ആ പാട്ടൊന്നുമല്ല ജയിപ്പിച്ചത്. പാട്ടൊരു പാരഡി പാട്ട്, ഒരു ഉത്സാഹമായിരുന്നുള്ള ശരിയാണ്. പക്ഷേ ഇന്ന് നോക്കൂ, അവർ ബദൽ പാരഡി ഇറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ബദൽ പാരഡി ഇറക്കാൻ ശ്രമിക്കുന്ന CPMനെ കുറിച്ച് നമ്മളെന്താ പറയുക? അതിലവർക്ക് അഭിപ്രായ ഭിന്നതയില്ല. MA ബേബി എന്താ പറഞ്ഞത്? സോണിയാഗാന്ധിയെ സംശയത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ നിർത്തില്ല. കേരളത്തിലെ CPM എന്താ പറയുന്നത്? സോണിയാഗാന്ധി ഉത്തരം പറയണം. അപ്പോൾ ഇവർക്കൊരു നയമുണ്ടോ? അപ്പോൾ ഇവർ അമ്പരന്ന് നിൽക്കുകയാണ്. ഒരു LDFനെ സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തോൽവി സംഭവിച്ചാൽ ആ തോൽവിയിൽ അവർ ചില ന്യായങ്ങൾ കണ്ടെത്തും, ചില അടിസ്ഥാനപരമായ നീക്കങ്ങൾ നടത്തി അത് പരിഹരിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇത് രണ്ടും കൂടെ ഉണ്ടായിട്ടില്ല. തോറ്റു എന്ന് സമ്മതിക്കാതെ തന്നെ ഇവർ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുകയാണ്. അത് ജനം വിശ്വസിക്കില്ല. ഇന്ന് കേരളം വിശ്വസിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ്. കേരളം വിശ്വസിക്കാത്തത് മുഖ്യമന്ത്രിയാണ്. കാരണം എന്താണ്? അവരുടെ മുമ്പിൽ തെളിവുകളുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വയനാട് ഒരു കോൺഗ്രസ് ക്യാമ്പ് നടക്കുമ്പോൾ ആ ക്യാമ്പ് എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങളിലൊന്നും കേരളത്തിലെ കോൺഗ്രസ്സുകാർ വല്ലാതെ കൂടെ ആവേശം പൂണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എതിരാളികളുടെ ക്യാമ്പിൽ അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള തീവ്രമായ ഒരു നിലപാടിൻ്റെ സമ്മേളനമാണത്. അതിലവർ വിജയിച്ചു. യാതൊരു സംശയമില്ല. VD സതീശൻ്റെ ഇന്നത്തെ പ്രസംഗം കേട്ടാൽ CPMകാർ അരിശം കൊള്ളും. അദ്ദേഹത്തിനെതിരെ 2 CBI അന്വേഷണം വേണമെങ്കിൽ അവർ പ്രഖ്യാപിച്ചേക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് LDFൻ്റെ അമ്പരപ്പ് അവർക്ക് മാറ്റാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് CPMന് അവർക്ക് ആ തൊഴിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് CPI കൂടുതൽ വിമർശനങ്ങൾ തൊടുത്തുവിടുന്നു? അവിടെയാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്നുള്ളത് ഒരു മതേതരമോ മതവാദമോ ഒന്നുമല്ല. കേരളത്തിലെ ഇടതുപക്ഷത്തിന് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്ത ഒരു ചെറിയ മുന്നണി സംവിധാനമായിട്ട് മാത്രം മാറി, ഭരണം എന്ന ഒരു ആശയം മാത്രം മുൻനിർത്തിയുള്ള ഒരു സംവിധാനമായിട്ട് അവർ മാറുമ്പോൾ അവർ കേൾക്കുന്ന പ്രഹരം പോലും അവർ തുടച്ചു കളഞ്ഞിട്ട് അവർ വീണ്ടും നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.